ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാം. ഇത് കുറ്റിമുരിങ്ങയുടെ വിത്താണ്. അതുപോലെ തന്നെ റെഡ് ലേഡി പപ്പായയുടെ സീഡ് നമ്മൾ ജിഫി ബാഗിൽ പാകിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കണ്ടോ, പച്ചക്കറി സീഡുകളെല്ലാം നമ്മൾ പാകിയിട്ടുണ്ട്. വഴുതന, പച്ച നീളനുണ്ട്, വയലറ്റുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ബീൻസ് ഉണ്ട്, അതുപോലെ തന്നെ മീറ്റർ പയറുണ്ട്, സെറയുടെ പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ മത്തനുണ്ട്, വെള്ളരിയുണ്ട്. അങ്ങനെ എല്ലാ തരം പച്ചക്കറി സീഡുകളും നമ്മൾ പാകിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബീൻസിൻ്റെ വരെ വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ട്. വെള്ള കാന്താരി, അങ്ങനെ ഒരു 10-20 കൂട്ടത്തിൽ പുറത്ത് നമ്മൾ ടൈപ്പിൽ കൂടുതൽ പാകി വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് ഓരോന്നിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പച്ചമുളകിനും ക്യാപ്സിക്കത്തിനും ഒരേപോലത്തെ ലീഫാണ്. പിന്നെ മത്തൻ്റെ ഒന്നും എഴുതേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ മത്തൻ്റെയൊക്കെ ലീഫ് കണ്ടാൽ അറിയാത്ത ആരെങ്കിലും ഒന്ന് ഇത് വാങ്ങാൻ വരുമ്പോൾ അവർക്ക് തെറ്റുണ്ടാ. വെള്ളരി അങ്ങനെ എല്ലാത്തിൻ്റെയും. ഇത് വഴുതനയാണേ, അതാ പച്ച നീളൻ എഴുതിയേക്കുന്നത്. ലീഫ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ വഴുതനയാണെന്നുള്ളത്. അതേപോലെ തന്നെ വയലറ്റ് കളർ, അങ്ങനെ എല്ലാ സീഡുകളും നമ്മൾ പാകിയിട്ടുണ്ട്. ബ്ലാത്തങ്കര ചീര, സുന്ദരി ചീര. നമുക്ക് വഴുതനയും പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരല്പം താമസം വരും. അതേസമയം നമുക്ക് നമ്മുടെ ബീൻസ് ആണെങ്കിലും വെണ്ടയാണേലും വെണ്ടയുടെ ചുവന്ന വെണ്ടയും പച്ച വെണ്ടയൊക്കെ നമ്മൾ പാകിയിട്ടുണ്ട്. വെണ്ട, മീറ്റർ പയർ, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.